കുറേ നാളും കൂടിയാണ് ഒരു ആനുവൽ റിപ്പോർട്ട് ഇത്ര ദൈർഘ്യമേറിയത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേൾക്കുന്നത്. 1.5 മണിക്കൂറാണ് ഒരു സ്ഥലത്ത് ഞാൻ അനുഭവിച്ചിരുന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന മന്ത്രി പറഞ്ഞു, ഞാൻ ആദ്യം എടുത്തു കളയാൻ പോകുന്നത് ഇതായിരിക്കും. കാര്യം മാതാപിതാക്കൾക്ക് എല്ലാവർക്കും ഇവർ വായിച്ചതും പറഞ്ഞതും ഒക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നത്. അതിൻ്റെ വിഷ്വലൊക്കെ ഉള്ളത് കൊണ്ടാണ്. സാധാരണ ഈ ആനുവൽ റിപ്പോർട്ട് തുടങ്ങുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ മതി, അത്രമാത്രം ഉണ്ടാകും. പക്ഷേ വളരെയേറെ പ്രത്യേകതയുള്ള സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ എളമക്കര ഒരു വർഷം 10-30-40 സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ നമ്മൾ യാത്ര ചെയ്യുമെങ്കിലും ഈ അടുത്ത കാലത്തൊക്കെ അത് തന്നെയാണ്. കാസർഗോഡ് മുതൽ പാറശാല വരെ നമ്മൾക്ക് സ്കൂളും കോളേജും തന്നെ കയറിയിറങ്ങും. വ്യത്യസ്തമായ ഒരുപാട് വിദ്യാലയങ്ങൾ, ഒരുപാട് പ്രത്യേകതയുള്ളത്. 1-2 കുട്ടികൾ മാത്രം പഠിപ്പിക്കുന്ന സ്കൂൾ, 5-6 ടീച്ചേഴ്സ് മാത്രമുള്ളത്, സ്കൂളില്ല, എവിടെയെങ്കിലും മുറ്റത്തിരുന്ന് പഠിക്കുന്നത്. സ്കൂൾ ഒരുപാടുണ്ട്, അവിടെ കുട്ടികളില്ല. പിന്നെ ചില സ്കൂളുകളൊക്കെ ചെന്ന് കാണുമ്പോൾ മാനമുട്ടയിൽ ഉയർന്നു നിൽക്കുന്നതാണ് മാനേജ്മെന്റ്. അത് കുട്ടികളുടെ സ്കൂളാണോ, മാതാപിതാക്കളുടെ സ്കൂളാണോ, മാതാപിതാക്കളും കുട്ടികളും അധ്യാപകരും ചേർന്നതാണോ? എന്താണെങ്കിലും ആലയം വിട്ട് വിദ്യാലയത്തിലേക്ക് വരുന്നവർക്ക് വിദ്യാലയം ഒരാലയമാണ്, ദേവാലയമാണ്. അങ്ങനെ ഓരോ വീടുകളിൽ നിന്ന് വന്ന കുട്ടികളെ ഭംഗിയായിട്ട് ഇവിടെ പഠിച്ചു പോയവരൊക്കെ ഭാഗ്യവാന്മാർ തന്നെയാണ്. കാര്യം ഇവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ നല്ലതാണ്, അതിൻ്റെതായ രീതിയുണ്ട്. ഒരു പ്രോഗ്രാം കാണാൻ നമ്മൾ സാധാരണ ഷോയൊക്കെ നടത്തുമ്പോൾ ഇവിടെ പലപ്പോഴൊക്കെ വന്നപ്പോൾ കല്യാണ തിരക്കിലും പരിപാടിയിലും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ അത് കാണാനിരിക്കുന്ന അതേ മൂടുകളാണ്. ഇതിൻ്റെ ഇടയിൽ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളിലെ കുട്ടികളും കുറച്ച് കുട്ടികളും കൂടി അപ്പുറത്ത് രാവിലെ മുതൽ ഒരുങ്ങി നിൽക്കുക. ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതിയെന്നായിരിക്കും അവരുടെയും പ്രാർത്ഥന, അവർക്ക് വേണ്ടി മാതാപിതാക്കളുടെയും പ്രാർത്ഥന. കാര്യം അവരുടെ കലാപരിപാടികളും അവരുടെ സമ്മാനദാനങ്ങളും അത് കണ്ടിട്ട് സമാധാനത്തോടെ പോകാൻ വേണ്ടി വന്നിരിക്കുന്നവരുടെ മുമ്പിൽ പൊതുയോഗം എപ്പോഴും, സാംസ്കാരിക സമ്മേളനം എപ്പോഴും ശാപം കിട്ടിയ പരിപാടിയാണ്. എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഞാൻ നല്ല വേഗതയിൽ സംസാരിക്കാൻ പ്രാപ്തനായ ഒരാളായതുകൊണ്ടും എൻ്റെ സംസാരത്തിൻ്റെ വേഗത വളരെ നന്നായതുകൊണ്ടും പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. എങ്കിലും പറയേണ്ടത് പറയണമല്ലോ. പാദം പതിച്ചു നടക്കും മുറിയെ പാടേ നമിക്കണം, പിന്നെയോ പാദങ്ങൾ ചേർത്ത് കൈകൂപ്പി നിൻ പാതാരവിന്ദങ്ങൾ പാടിയും നമിക്കണം. പ്രകൃതിയെ ആദ്യം സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമ്മൾ പഠിക്കണം. പ്രകൃതി ഉള്ളത് കൊണ്ടാണ് നമുക്കിവിടെ നിലനിൽക്കാൻ കഴിയുന്നത്. പിന്നെ പ്രകൃതി പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ചേർന്ന് അവർ തെളിയുന്നു, അണയുന്നു. അതൊക്കെ ഉള്ളത് കൊണ്ടും അവരൊക്കെ ഇവിടെ നിൽക്കുന്നത് കൊണ്ടും മാത്രമാണ് ജീവൻ നമുക്ക് നിലനിൽക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് പേരുടെ സഹായം കൊണ്ട് മാത്രമാണ്. നമ്മളൊന്നും ഇല്ലായ്മയിൽ നിന്നാണ്, ഒരു അറിവുമില്ലാതെ കൊണ്ട് അച്ഛൻ്റെ അമ്മയുടെയും കൈപിടിച്ചാണ് വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്തേക്ക്, അറിവിന് വേണ്ടി ബുദ്ധിയുടെ വാതിൽ തുറന്നിട്ടുകൊണ്ട് വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്തേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ അക്ഷരങ്ങൾ പകർന്നു കൊടുക്കുന്ന അധ്യാപകര്. അവർ കരാട്ടടിക്കാൻ പഠിപ്പിച്ചാലും പൊറോട്ടടിക്കാൻ പഠിപ്പിച്ചാലും ഗുരുവെന്നും നമുക്ക് ഗുരുനാഥൻ തന്നെയാണ്. അങ്ങനെ നല്ല അക്ഷരങ്ങൾ പകർന്നു തന്ന ഒരുപാട് ഗുരുനാഥന്മാരുടെ കഴിവ് കൊണ്ടാണ് അച്ഛൻ്റെ അമ്മയുടെയും കൈപിടിച്ച് ഒന്നും അറിയാതെ ഹരിശ്രീ കുറിച്ച് വന്ന നമ്മൾ ഇവിടുന്ന് 10ാം ക്ലാസ്സിൻ്റെ SLCയുടെ +1ൻ്റെ വലിയ വിജയം ആഘോഷിച്ചുകൊണ്ട് വലിയ മിടുക്കന്മാരായി ബിരുദാനന്തര ബിരുദമെടുത്തൊക്കെ ഇവിടുന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോഴൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കും. ഇപ്പം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചത്, സാധാരണ സ്കൂളിൽ സാധാരണക്കാരൻ്റെ മകൻ, അവൻ അസാധാരണ കഴിവുകളൊന്നും ഇല്ലാതിരുന്ന ഒരാൾ ഒരു സാധാരണ സ്കൂളിൽ പഠിക്കുന്നു. അസാധാരണമായ കഴിവുകൾ നമ്മൾ പ്രകടിപ്പിക്കുന്നു. ആ സാധാരണ കഴിവ് കണ്ടു നിൽക്കുന്നവരെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. എൻ്റെ കഴിവുകൾക്ക് എന്നെ മാറ്റുരക്കാനും എന്നെ കൂടെ കൊണ്ട് നടക്കാനും എന്നെ മുന്നോട്ട് നയിക്കാനും എൻ്റെ അധ്യാപകർ തയ്യാറായി. ഭാഗ്യമുള്ള ചില അധ്യാപകരെ എൻ്റെ കൺമുന്നിൽ ദൈവങ്ങളായി മാലാഖമാരായി കിട്ടി. അന്ന് അവരെ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഞാൻ ഉണ്ടാവില്ല. എല്ലാ അക്ഷരങ്ങളും പകർന്നു തന്ന കൂട്ടത്തിൽ ഇപ്പം ഈ സരസ്വതി വിദ്യാനികേതത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ ആ ഗുരുത്വം എന്ന് പറയുന്നത്, അവരുടെ പക്വത എന്ന് പറയുന്നത് പറഞ്ഞു പഠിപ്പിക്കുന്നതല്ല, ശീലിക്കുന്നതാണ്. ആ അച്ചടക്കം അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഇതുപോലെ തന്നെ രീതികളല്ല വീട്ടിലല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പോൾ അവരെ നമ്മൾ പറഞ്ഞു വിടുന്നത് വിദ്യാലയത്തിലേക്കാണ്. മുഴുവൻ ചുമതലകളും അധ്യാപകർ ഏറ്റെടുക്കുന്നു, അവരെ പഠിപ്പിക്കുന്നു, അവർക്ക് നല്ല അക്ഷരങ്ങൾ പകർന്നു കൊടുക്കുന്നു, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം. പലപ്പോഴും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യ ഷോക്കേസിലും അഭ്യാസം അടുക്കളയിലുമാണ്.
അങ്ങനെ ആകാതെ അവരതിനെ കവർ ചെയ്ത് പഠിക്കുമ്പോഴാണ് അവർ മിടുക്കന്മാരായിട്ട് മാറുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ നിന്ന് പഠിച്ചു പോയ 2 പ്രതിഭകൾ ഇതായിരിക്കുന്നു. അവരൊന്ന് സംസ്ഥാന അവാർഡ്, എനിക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല. മറ്റുള്ള അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇന്നുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. 70 സിനിമ കഴിഞ്ഞ് ഇനി 7 സിനിമ റിലീസാകണം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവരുടെ തുടക്കം തന്നെ അവർ വലിയൊരു പുരസ്കാരം കിട്ടുക എന്ന് പറയുന്നത് ലോകമറിയപ്പെടുന്ന ഏഷ്യാനെറ്റിലൂടെയാണ് ഞാൻ വളർന്നത്. എൻ്റെ സിനിമാലയും എൻ്റെ കോമഡി ഷോയും കാര്യം നമ്മളിവിടെ ഒന്ന് ചലിച്ചാൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ അറിയുന്നു. മലയാളികൾ എവിടെയൊക്കെ ജീവിച്ചിരിക്കുന്നു അതൊക്കെ അറിയാൻ സാധ്യതയുള്ള ഒരു ചാനലാണത്. അപ്പോൾ ആ ചാനലിലൂടെ പാട്ടുകാരനായിട്ട് വന്ന് പാട്ടിൻ്റെ മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഫൈനലിലേക്ക് എത്തുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ മത്സരങ്ങളെല്ലാം പങ്കെടുപ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കൂടിയൊക്കെ എത്തിച്ചേരുക എന്ന് പറയുന്നത് ആദ്യം കണ്ട പോലെ ആയിരിക്കില്ല. ആദ്യത്തെ നമ്മൾ ചിത്രമെടുത്ത് വെച്ച് നോക്കുമ്പോൾ അന്ന് നമ്മൾ പാടിത്തുടങ്ങിയതുപോലെ ആയിരിക്കില്ല. ഇപ്പം വന്ന് ഫൈനലിൽ നിൽക്കുമ്പോൾ നമ്മളും മാറിക്കഴിഞ്ഞിരിക്കുന്നു, സ്വരവും മാറിക്കഴിഞ്ഞിരിക്കുന്നു, ശ്രുതിയും താളവും ഒക്കെ വന്നിരിക്കുന്നു. നമ്മൾ അതിനേക്കാൾ വ്യത്യാസം വന്ന് വലിയൊരു ലോകത്തേക്ക് യാത്ര ചെയ്തിരിക്കുന്നു. ഒരുപാട് പേരുടെ ഉപദേശവും അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് അവരോട് കടപ്പെട്ടതായതുകൊണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു വലിയ സംഭവം തന്നെയാണ്. അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ട് ഇവിടെ വന്നിരിക്കുക, അവരോടുള്ള അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവരിവിടെ പഠിച്ചതാണെന്നുള്ള അഭിമാനത്തോടെ അധ്യാപകരുടെ പറച്ചിൽ, അതൊക്കെ വലിയ സന്തോഷം തരുന്നതാണ്. ഞാനെപ്പോഴും എൻ്റെ കുട്ടികളോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവണം, സ്വപ്നങ്ങൾ ഉണ്ടാകണം. കണ്ണ് തുറന്നാൽ കാണുന്ന കാഴ്ചകളേക്കാൾ വലുതാണ് കണ്ണടച്ചാൽ നാം കാണുന്ന, ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ. സ്വപ്നങ്ങൾ നിങ്ങൾ കാണാൻ പഠിക്കണം. സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എൻ്റെ സ്വപ്നങ്ങളായിരുന്നു, എൻ്റെ പ്രതീക്ഷകളായിരുന്നു ഞാൻ കാണുന്ന വഴികളിലൂടെ ഞാൻ നടന്നു നീങ്ങുന്നതൊക്കെ. അവിടേക്ക് എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ അമ്മയുണ്ടായിരുന്നു എന്നതാണ്. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അമ്മയെ. പിന്നെ ആരാണ് ഇഷ്ടം? അമ്മയെ. പിന്നെ ആരെയാണ് ഇഷ്ടം? അമ്മയെ. അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഞാൻ അച്ഛനെ എന്ന് വേണമെങ്കിൽ പറയും. പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളു നിറയെ അമ്മയാണ്. കാത്തിരിക്കുന്നതും ഓർത്തിരിക്കുന്നതും പരാതി കേൾക്കുന്നതും 9 മാസം 9 നാഴിക 9 വിനാഴിക എന്നെ ഇരുളും വെളിച്ചവും വെയിലും റിമോട്ട് കൺട്രോളും ചാനലും സിനിമയും ഒന്നും കാണിക്കാതെ ആ ഉദരത്തിലിട്ടുകൊണ്ട് വലിയ വേദന അനുഭവിച്ചുകൊണ്ട് എന്നെ പ്രസവിച്ച് പരിചയമില്ലാത്ത ഈ ലോകത്തേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ ഞാൻ പൊട്ടിക്കരയുകയും പൊട്ടിക്കരഞ്ഞ് എന്നെ നോക്കി പൊട്ടിച്ചിരിച്ച ആളാണ് എൻ്റെ അമ്മ. അന്ന് തുടങ്ങിയതാണ് എൻ്റെ പിറന്നാൾ. അപ്പം ഞാൻ കണ്ട ആദ്യത്തെ ദൈവം, മക്കളോട് ഞാൻ ചോദിക്കാറുണ്ട്, കുട്ടികളോട്, നിങ്ങൾ ദൈവത്തെ കണ്ടവരുണ്ടോ? ചിത്രങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്, പ്രതിമകളിലൂടെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മൾ കാണുന്ന ആദ്യത്തെ ദൈവം നമ്മുടെ അമ്മയാണ്. കണ്ണ് തുറന്നപ്പോൾ കണ്ടത് പരിചയമുള്ള, നമ്മളോട് സ്നേഹം പിടിക്കുന്ന, നമ്മളെന്നും വളരണം ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മയാണ്. അതുകൊണ്ടാണ് ദൈവം നേരത്തെ അനുഗ്രഹിച്ചു പറഞ്ഞത് മാതാപിതാ ഗുരുദൈവം എന്ന് പറഞ്ഞത്. അമ്മയാണ് ദൈവം. അമ്മയെ എനിക്ക് അച്ഛനെ കാണിച്ചു തന്നതുകൊണ്ടാണ് അമ്മയെ എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ മാതാപിതാവ് കഴിഞ്ഞ് ഗുരുവാണ്. ഇരുട്ട് മാറ്റി വെളിച്ചം തരുന്ന ഗുരുവാണ്. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യുവുമാ മൃതംഗമയ. അതിലും വലിയ ഗമയാണ് നിങ്ങൾക്കൊക്കെ എന്ന് നിങ്ങൾ പറയിപ്പിക്കരുത്. അപ്പോൾ നമ്മുടെ ദൈവങ്ങൾ എന്ന് പറയുന്നത് ഇത് 3 കൂടി ചേർന്നതാണ് നമ്മുടെ ദൈവം. അതിന് സെപ്പറേറ്റ് ഒരു ദൈവമില്ല. ഇവരെ കഴിഞ്ഞ് വേറെ ദൈവമുള്ളൂ. അവരെ തൊഴുത് അമ്മയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ക്ലാസ്സിലേക്ക് വന്ന് തിരിച്ച് ഇവിടെ നിന്ന് പോയ കഥകളെല്ലാം അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുമ്പോഴാണ് അമ്മയ്ക്കൊരു സുഖം. ഇനി ചിന്തിക്കേണ്ടത്, നമ്മളെ കാണുമ്പോൾ, മക്കളെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സന്തോഷമുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, ചിരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നിങ്ങളെ കാണാതിരിക്കുമ്പോൾ ദുഃഖിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇത് രണ്ടുമില്ലെങ്കിൽ എന്തോ സംതിങ് പ്രോബ്ലം നിങ്ങൾക്കുണ്ട്, നിങ്ങൾ ശരിയല്ല എന്നതാണ്. മറിച്ച് നിങ്ങളെ കാണാതിരിക്കുമ്പോൾ ദുഃഖവും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുഞ്ചിരിയുമാണെങ്കിൽ നിങ്ങൾ സമാരാധ്യന്മാരാണ്, നിങ്ങൾ മിടുക്കന്മാരാണ്. അവർ നിങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിയാണ് എന്ന് കൂടി ഓർക്കുക. മാതാപിതാ ഗുരുദൈവം എന്ന് പറഞ്ഞു പഠിപ്പിച്ച നാവ് കൊണ്ട് തന്നെയാണ് പുതിയ തലമുറ എന്നെ പഠിപ്പിച്ചത് മാതാപിതാ ഗൂഗിൾ ദൈവം എന്ന് പറഞ്ഞു പഠിപ്പിച്ചത്. ഗൂഗിളാണ് വഴികാട്ടി. എനിക്ക് സാറ് ഗൂഗിൾ ഇട്ട് തന്നു, ഇങ്ങോട്ടേക്ക് വരാൻ, എവിടെ പോകാൻ, കണ്ടുപിടിക്കാൻ, വീട്ടിൽ നിന്ന് കാണാതായ ആൾക്കാരെ കണ്ടുപിടിക്കാൻ. അവന് വീട്ടിലേക്ക് പൂച്ചനെ കളയാൻ കൊണ്ടുപോയിട്ട് പൂച്ച ആദ്യം വീട്ടിലെത്തി, പൂച്ചയുടെ പുറകെ ഇവൻ നടന്നിടത്തി പൂച്ചയായിരുന്നു അവൻ്റെ ഗൂഗിൾ. ഇപ്പം നിങ്ങൾ ടൂറിനൊക്കെ പോകുന്നു, ക്ലാസ്സിൽ ഇവിടെയൊക്കെ ടൂറിന് കുട്ടികളെ കൊണ്ടുപോകാറുണ്ട്, എല്ലാ സ്കൂളിലും കൊണ്ടുപോകും. എന്നെയൊക്കെ കൊണ്ടുപോയത് തൃപ്പൂണിത്തുറ ഹിൽ പാലാസിലാണ്, കുറേ കണ്ടിട്ടുള്ളത്. എന്നാലും ഒരു കടമ്പയിലെന്ന് കരുതി കുട്ടികളോടൊപ്പം ടീച്ചറോടൊപ്പം യാത്ര ചെയ്തു. ടീച്ചർക്കും ഒരു സന്തോഷമായി. പിന്നീട് കൊണ്ടുപോയത് വീഗാലാൻഡിലാണ്. അതിനുശേഷം പിന്നെ മലമ്പുഴയിലാണ് ഏറ്റവും ലോങ് ആയിട്ടായിട്ട് എൻ്റെ മനസ്സിൽ പോയത്. ഇപ്പം പോണ ആൾക്കാർ പോകുന്നത് പുറത്തുനിന്ന് വരുന്നവർ ലുലുവിലും മെട്രോയിലും കയറും. നമ്മൾ മൂന്നാറും ഊട്ടിയും കൊടൈക്കനാലും പോകും. 10 വർഷം കഴിയുമ്പോൾ സ്കൂളിൽ നിന്ന് ടൂറിന് കൊണ്ടുപോകാൻ പോകുന്നത് ചൊവ്വയിലേക്കായിരിക്കും. അമ്മയെ ഞാൻ നാളെ ചൊവ്വയിലേക്ക് പോകുക ടീച്ചറായിട്ട്, മാഷുണ്ട് കൂടെ എന്നും പറഞ്ഞ് നമ്മൾ പോകാൻ പോകുന്ന ടൂറ് ചൊവ്വയിലേക്കായിരിക്കും. കാര്യം ചന്ദ്രനിലേക്ക് അല്ലെങ്കിൽ ചൊവ്വയിലേക്ക് പോകാനാണ് പലർക്കും താല്പര്യം. അങ്ങനെ നമ്മളിവിടെ നിന്ന് ടൂറിന് പോകുന്നു.
ഒരു പെണ്ണും 4-5 ആൺകുട്ടികളും ഒക്കെ ആയിട്ട് ഇവിടെ നിന്ന് നമ്മൾ, അല്ലെങ്കിൽ 5-8 പെൺകുട്ടികളും ആൺകുട്ടികളുമായി നമ്മൾ ചൊവ്വയിൽ ചെല്ലുമ്പോൾ നമ്മളെ കാണുന്നതോടുകൂടി ചൊവ്വ എന്ന ഉപഗ്രഹം അല്ലെങ്കിൽ ചൊവ്വ എന്ന ഗ്രഹം ഒരു പെണ്ണായിട്ട് മാറുന്നു, ഒരു സുന്ദരി പെണ്ണായിട്ട് മാറും. നമ്മളെ സൽക്കരിക്കണ്ടേ, നമുക്ക് പാലും ചോറും പിന്നെ ഇതൊക്കെ തരണ്ടേ? അങ്ങനെ എല്ലാം തന്ന് നമ്മളെ സൽക്കരിച്ചിട്ട് നമ്മൾ അടുത്തിരുത്തിയിട്ട് പറയും, നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? ഞങ്ങൾ ഭാരതത്തിൽ നിന്നാണ്. ഭാരതത്തിൽ എവിടെയാണ്? ഞങ്ങൾ കേരളത്തിൽ നിന്നാണ്. നിങ്ങൾ മലയാളികളാണോ? അതെ. വിശ്വാസികളല്ലേ? അതെ. നാട്ടിൽ ചെന്ന് നാട്ടിലുള്ള പെൺകുട്ടികളോട് പറയണം, ചൊവ്വ ഒരു ദോഷവും നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ചെയ്യാറില്ല. ഞാൻ ഒരു ദോഷവും എൻ്റെ നാട്ടിലെ പെൺകുട്ടികൾക്ക് ചെയ്യാറില്ല. ഞാനൊരു പാപമാണെന്ന് നിങ്ങൾ പറയണം എന്ന് ചൊവ്വ ഒരിക്കൽ പറയും. അതിൻ്റെ ആ ദൂരം അധികമല്ല, അടുത്ത. എന്നെ ഞാനാക്കി വളർത്തിയത് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും, ഇവിടെ ജനിച്ചു വളരുമ്പോഴാണ്. എന്നോട് പറയും, എൻ്റെ അമ്മ പറഞ്ഞു തരുന്നത്, ടീച്ചർ പഠിപ്പിച്ച ലോകത്തൊക്കെ പോകാൻ നിനക്ക് കഴിയണം. അങ്ങനെ എൻ്റെ പ്രായത്തിൽ ഒരു 18-ാമത്തെ വയസ്സ് മുതൽ 19-20 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ലോകം കാണാൻ തുടങ്ങി. ഒറ്റക്കുള്ള യാത്രയും ലോകങ്ങളും പര്യടനങ്ങളും, ഈ സാജൻ പള്ളുരുത്തി ആകാനുള്ള തുടക്കവും യാത്രയും. മലയാളികൾ എവിടെയൊക്കെയുണ്ടോ, അന്റാർട്ടിക്ക ഒഴിച്ച് എല്ലായിടത്തും പോകാനുള്ള ഭാഗ്യം കിട്ടി. അന്റാർട്ടിക്കയിലും കൂടി പ്രവാസി മലയാളികൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെയും പോകാം. അപ്പം അവരൊക്കെ അവിടെ പോയത് കൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്ന് എത്തിച്ചേരാൻ പറ്റിയത്. അപ്പം അങ്ങനെ ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായത് ഒരു കലാകാരനായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിനോടുകൂടെ ഇപ്പം യാത്ര ചെയ്തത് കൊണ്ടാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങളായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ ടീച്ചർമാരുടെ മക്കളാണ്. അന്ന് ടീച്ചർമാരുടെ മക്കൾ കയ്യിൽ പിടിച്ചു കൊണ്ടുവരും, അവരുടെ മക്കളെയും ആ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. ഇന്നത് മാറി. അപ്പോൾ ഏറ്റവും നല്ല മിടുക്കന്മാർ പഠിക്കുന്നത് സെക്കൻഡ് ബെഞ്ചിലാണ്. ഞാൻ ഇരിക്കുന്നത് കുഴപ്പമില്ല, ടീച്ചർമാരുടെ മകനുമല്ല, എന്നാൽ വലിയ ബുദ്ധിമാനുമല്ല, കുഴപ്പമില്ലാത്ത ഏറ്റവും 4-ാം ബെഞ്ചിൽ ഇരിക്കണത് തെമ്മാടിക്കുഴിയിൽ ഇരിക്കണവർ ടീച്ചർമാർക്ക് ശല്യം ചെയ്യണവരാണ്. തെമ്മാടികൾ, പഠിക്കാത്തവർ, തോക്കുന്നവർ, കുസൃതിക്കാർ, അങ്ങനെ. പക്ഷെ ജീവിതത്തിൽ ടീച്ചർക്ക് ഉപകാരം ചെയ്യുന്നവർ ഈ 4-ാം ബെഞ്ചിൽ ഇരിക്കണവരാണ്. അവരായിരിക്കും ടീച്ചർ പെൻഷൻ മേടിക്കാൻ പോകുമ്പോൾ വഴിയരികിൽ ഓട്ടോറിക്ഷയായിട്ടൊക്കെ നിൽക്കുന്നത്, കവലയിൽ നിൽക്കുന്നത്, എൻ്റെ ടീച്ചറെ, എൻ്റെ മാഷെ എന്നൊക്കെ പറഞ്ഞ് ഓടി വരുന്നതും, ഫ്രീ ആയിട്ട് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്നതും, പൈസ മേടിക്കാതെ ഒക്കെ ഗുരുദക്ഷിണയായിട്ട് കൊടുക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. എന്നിട്ട് പറയുകയും ചെയ്യും, മാഷിന് ഓർമ്മയുണ്ടോ, ടീച്ചർക്ക് എന്നെ ഓർമ്മയുണ്ടോ, ടീച്ചർ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നെ പുറത്തു നിർത്തിയിട്ടുണ്ട്, ഇമ്പോസിഷനൊക്കെ എഴുതിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ഗുരുദക്ഷിണയാണ് എൻ്റെ സാറിന് തരേണ്ടത്? സാറ് പറയും, എന്നെ പഠിപ്പിച്ചത് ഞാനാണെന്ന് ആരോടും പറയാതിരുന്നാൽ മതി എന്ന് ഗുരുദക്ഷിണയായിരിക്കും സാറ് മേടിച്ചെടുക്കണം. പക്ഷെ എൻ്റെ ടീച്ചർ അന്ന്, ഞാനത് പറയണത് എളുപ്പത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ടീച്ചർ ചോദിച്ചു, ഒരു പെട്ടെന്നുള്ള ഒരു സുപ്രഭാതത്തിൽ ഒരു ഷോക്കായി. ഇവിടുത്തെ ടീച്ചർമാരത് ചോദിച്ചു കാണും, ചോദിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇത്രയും അച്ചടക്കവും അല്ലെങ്കിൽ പിന്നെ ഗൗരവത്തോടു കൂടി കൊണ്ടുപോകുന്ന ഒരു വിദ്യാലയത്തിൽ അവരുടെ അച്ഛനമ്മമാരല്ലെങ്കിൽ ടീച്ചർമാർ ചോദിച്ചിട്ടുണ്ടാകും, നിങ്ങൾക്ക് ജീവിതത്തിൽ ആരായി തീരാനാണ് ആഗ്രഹം? അങ്ങനെ ഒരു ഷോക്ക് ഒരൊറ്റടിക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഫ്രണ്ടിലിരുന്നവൻ പറഞ്ഞു, ഇന്ത്യൻ പ്രധാനമന്ത്രി, നെക്സ്റ്റ് കേരള ഗവർണർ, നെക്സ്റ്റ് സയന്റിസ്റ്റ്, നെക്സ്റ്റ് കളക്ടർ, നെക്സ്റ്റ് ഡോക്ടർ, എന്ത് ഓർത്തോ, നീ ഓർത്തോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. 3-ാം ബെഞ്ചിലേക്ക് വന്നു. സബ് ഇൻസ്പെക്ടർ 2-ാം ബെഞ്ചിൽ തുടങ്ങി, SI, അങ്ങനെ ഇഷ്ടം പോലെ DYSP, സർക്കിൾ കമ്മീഷണറൊക്കെ പോയിക്കൊണ്ടിരിക്കണേ. ടീച്ചർ ക്രിസ്മസ് ട്രീ പോലെ നിൽക്കുക. ടീച്ചറിന്റെ മക്കൾ പ്രധാനമന്ത്രി, സയന്റിസ്റ്റ്, ഗവർണർ എന്നൊക്കെ പറയുന്നത് ടീച്ചർ പിന്നെ എങ്ങനെ? എൻ്റെ ഊഴം വന്നു. 3-ാം ബെഞ്ചിൽ അറ്റത്ത് ഞാനിരിക്കുന്നു. നിനക്ക് ഇടാപെടാന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം അച്ഛനമ്മ മാറി കഴിഞ്ഞാൽ, കൂടെ പഠിപ്പിക്കുന്ന സഹപാഠികളും കഴിഞ്ഞാൽ ടീച്ചർക്ക് മുന്നോട്ട് കയറി നിന്ന് വിളിക്കാം. എന്നോട് ചോദിച്ചു, എന്തായി തീരാനാണ് ആഗ്രഹം? ചാടിക്കേറി ഞാൻ പറഞ്ഞു, സിനിമാ നടൻ. ടീച്ചർ മരിച്ച വീട് പോലെയായിപ്പോയി. കല്യാണ വീട് പോലെ ഇരുന്നതാണ്, ചിരിച്ച മുഖമായിരുന്നു. ആദ്യമായിട്ട് ഭൂകമ്പം വന്നതുപോലെ, സുനാമി വന്നതുപോലെ ക്ലാസ് മുറി സൈലന്റ് ആയിപ്പോയി, നിശ്ചയമായി പോയി. ഞാനും ആകെ പേടിച്ചു പോയി. എന്ത് അപരാധമാണ് എൻ്റെ വായിന്ന് വന്നത്? സിനിമാ നടൻ? ഞാൻ ടീച്ചർ തെറ്റ് പറയില്ല, എനിക്ക് പ്രിയപ്പെട്ടതാണ്. പ്രധാനമന്ത്രി തുടങ്ങിയതാണ്, ഗവർണർ, കളക്ടറൊക്കെ വന്ന സ്ഥലത്താണ് സിനിമാ നടൻ വന്ന് വീഴുന്നത്. സ്റ്റാൻഡപ്പ്. ചാടി എഴുന്നേറ്റു. എൻ്റെ സൗന്ദര്യം ടീച്ചർക്ക് അവിടെ നിന്നാ കാണാം. ടീച്ചർ മാത്രമല്ല, എല്ലാവരും കണ്ടോട്ടെ എന്ന് കരുതി ഡെസ്കിൻ്റെ മുകളിലേക്ക് കയറ്റി നിർത്തിയിട്ട് സഹപാഠികളായ ഈ വേട്ടാവളിയന്മാരോട് പറയുകയാണ്, സിനിമാ നടനെ കണ്ടില്ലെങ്കിൽ കണ്ടു. തകർന്നുപോയ നിമിഷം. വീട്ടിലേക്ക് സ്കൂളിൻ്റെ ജനാല തുറന്നാൽ എന്നെ തറവാടാണ്. അമ്മ ഉച്ചക്കുണ്ണാൻ സിനിമാ നടൻ വരുന്നുണ്ട്. അമ്മ ഇല്ലാത്ത കാശുണ്ടാക്കി ഓംലെറ്റ് അടിച്ച് അവിടെ നിൽക്കുക. ചെല്ലണത് ഈ പഠനമാണെന്ന് അമ്മ അറിയുന്നുണ്ട്. എൻ്റെ സ്വപ്നങ്ങളാണെന്ന് തകർന്നു പോയത്. പക്ഷെ നമുക്ക് പ്രിയപ്പെട്ടതാണ്. ഞാൻ ടീച്ചറെ കുറ്റം പറയില്ല. എല്ലാ ടീച്ചർമാരുടെ മനസ്സിലും നമ്മൾ വലിയ ആളുകളാകണം, വലിയ പ്രതിഭകളാകണം, വലിയ തലത്തിലേക്ക് പോകണമെന്നേ ചിന്തിക്കുള്ളൂ. വർഷങ്ങൾക്ക് ശേഷം ടീച്ചർ റിട്ടയർഡായി അമേരിക്കയ്ക്ക് യാത്രയായി. ഇടയ്ക്ക് രാത്രി ഉറക്കം നിന്ന് എന്നെ വിളിക്കും. ഞാൻ ഉണർന്നിരിക്കുമ്പോൾ, ടീച്ചർ ഇവിടെ ഉണർന്നിരിക്കുമ്പോൾ കിടന്നുറങ്ങണം എന്നെ വിളിച്ചുണർത്തിയിട്ട് വിശേഷങ്ങൾ ചോദിക്കും.
വളരെ സന്തോഷമാണ്, സ്നേഹമാണ്. ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ സ്നേഹത്തോടെ ഒരു തലോടലൊക്കെ കൊടുത്ത് അടുത്തിരുത്തി ഒരു ചായയൊക്കെ കൊടുത്തിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ചോദിച്ചു, പ്രധാനമന്ത്രി വിളിക്കാറുണ്ടോ? മോദി സാർ എന്തിനാ എന്നെ വിളിക്കണേ? ഗവർണറുമായിട്ട് ടീച്ചറിന്റെ ബന്ധം എങ്ങനെയാണ്? ടീച്ചർക്ക് ഒരു അസുഖം വന്നാൽ പിന്നെ ഡോക്ടറെ ഒന്നും കാണണ്ടല്ലോ. പിന്നെ കളക്ടർ ടീച്ചറിന്റെ മടിത്തട്ടിലായതുകൊണ്ട് പിന്നെ ഒന്നും കുറച്ച് കഴിഞ്ഞപ്പോൾ കത്തിത്തുടങ്ങി. ഓ, നീ മറ്റേ കാര്യമാണല്ലേ പറയുന്നത്. ടീച്ചറെ, ഞാൻ അന്നൊരു കാര്യം പറഞ്ഞു, എനിക്ക് സിനിമാ നടനാകണമെന്ന്. ഞാൻ എൻ്റെ ജീവിതത്തിൽ സിനിമാ നടനായി ലോകം കറങ്ങി. അവന്മാരൊരൊറ്റെണ്ണം ആ തട്ടിലേക്ക് വന്നില്ല. ഉടനെ ടീച്ചർ എന്നെ കെട്ടിപ്പിടിച്ചിട്ട്, എനിക്ക് അന്നേ അറിയാം എക്ക ചാർന്നിട്ടേ പോകുള്ളൂ, ഒരെണ്ണം നന്നാവില്ല. വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കാൻ ഞാൻ മാത്രമേ ശ്രമിച്ചുള്ളൂ. എൻ്റെ ആഗ്രഹം അതായിരുന്നു. ഇതുപോലെ തന്നെ കൽക്കട്ടയിൽ കുതിരപ്പുറത്ത് കയറാത്ത കുട്ടികളില്ല, കുതിരപ്പുറത്ത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്ത മക്കളില്ല. ഇതേ ടീച്ചർ തന്നെ ഇതുപോലത്തെ ഒരു ടീച്ചറെ ചോദിച്ചു, നിങ്ങൾക്ക് ആരായിത്തീരാൻ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സുന്ദരനായ ബാലൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, എനിക്ക് കുതിരക്കാരനാകണം. അവനെ ടീച്ചർ കളിയാക്കി, സഹപാഠികൾ കളിയാക്കി കൊണ്ടുവന്ന് വീട്ടിലാക്കി. കരഞ്ഞ് തളർന്നിരിക്കുന്ന മകനെ കണ്ട അമ്മ പൊട്ടിക്കരഞ്ഞു. അവന്റെ കവിളുകളിലൂടെ ഒഴുകി വരുന്ന കണ്ണുനീർ കടങ്ങൾ തുടച്ചുകൊണ്ട് അവന്റെ മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് അമ്മ ചോദിച്ചു, നിനക്ക് എന്താണ് ഈ പ്രയാസം, എന്താണ് നീ കരയുന്നത് മോൻ? അവൻ പറഞ്ഞു, എനിക്ക് കുതിരക്കാരനാകണമെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ കളിയാക്കി അമ്മേ എന്ന് പറഞ്ഞു. ഉടനെ അമ്മ പറഞ്ഞു, നീ കുതിരക്കാരൻ തന്നെയാകണം എന്നും പറഞ്ഞ് അവനെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി പൂജാമുറി തുറന്നിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതുപോലത്തെ കുതിരക്കാരനാകണം. ബിലാളി വീരനായ അർജുനന് വേണ്ടി തെരുതെളിയിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനെ പോലത്തെ കുതിരക്കാരനാകണം എൻ്റെ മകൻ എന്ന് പറഞ്ഞു കൊടുത്തു. ആ മകനാണ് പിന്നീട് ചിക്കാഗോയിൽ പോയി പ്രസംഗിച്ച സ്വാമി വിവേകാനന്ദനായിട്ട് മാറുന്നത്. അങ്ങനെ എത്രയെത്ര പ്രതിഭകൾ, ഒന്നാലോചിച്ച് നോക്കി, എത്രയെത്ര പ്രതിഭകളെ പ്രസവിച്ചതാണ്, എത്രയെത്ര പ്രതിഭകൾക്ക് ജന്മം കൊടുത്ത നാടാണ് ഭാരതം. മറ്റ് വികസിത രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ കണ്ടുപിടുത്തങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനും കണ്ടുപിടുത്തക്കാരനാണ്, ഞാനും ഒരു സയന്റിസ്റ്റാണ്. പേരാണ്ടവിക്ക് ഒരിക്കലും ഒരു മനുഷ്യനെ പഠിപ്പിക്കാൻ കഴിയില്ലെന്ന് കണ്ടുപിടിച്ചവനാണ് ഞാൻ. കണ്ടുപിടുത്തങ്ങൾ മാത്രമേ അവർക്കുള്ളൂ എങ്കിൽ അതിലും വലിയ കണ്ടുപിടുത്തക്കാരാണ് ഭാരതീയർ. എത്രയെത്ര പ്രതിഭകളെയും എത്രയെത്ര മഹാരഥന്മാരെയും പ്രസവിച്ചതാണ്. ഞാൻ പറയാറുണ്ട് കുട്ടികളോട്, മാസങ്ങളിൽ ഏറ്റവും നല്ല മാസം ഏതെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് വിശ്വസിക്കാം, കണ്ണടച്ച് പറയാം. ഞാൻ ജനിച്ച ഡിസംബർ മാസമല്ല, ഒരു മാസത്തിന്റെ തുടക്കമായ ജനുവരി അല്ല, ഓണം വരുന്ന സെപ്റ്റംബർ അല്ല, മറിച്ച് അത് ഏറ്റവും നല്ല മാസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസമാണ്. അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ടാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞല്ല. നവോത്ഥാന നായകന്മാർക്ക് ജന്മം കൊടുത്ത മാസമാണ്, അവർ ജനിച്ച മാസമാണ് ഓഗസ്റ്റ് മാസം. ബാഗ്ബടാനന്ദനും അതുപോലെ ചട്ടമ്പി സ്വാമിയും കെ കേളപ്പനും അയ്യാങ്കാളിയും ആഗമന സ്വാമിയും ഒക്കെ ശ്രീനാരായണ ഗുരുദേവനടക്കം ജനിച്ച മാസമാണ് ഓഗസ്റ്റ് മാസം. അതുകൊണ്ട് അതിൻ്റെ ഒരു പവിത്രത വളരെ വലുതാണ്. നമ്പറുകളിൽ ഏറ്റവും നല്ലത് 1 മുതൽ 9 വരെയുള്ള ഒറ്റ നമ്പറിൽ ഏറ്റവും നല്ലത് കണ്ണടച്ചു പറയാം. അതിൽ ഏറ്റവും നല്ല നമ്പർ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നമ്പറാണ്. പോർച്ചുഗലിന്റെ വീരനായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ജേഴ്സി നമ്പറാണ് ഏറ്റവും നല്ല നമ്പർ. ഞാൻ ജനിച്ചത് 16-ാം തീയതി ആയതുകൊണ്ടല്ല, ഞാൻ ജനിച്ചത് 7-ാം തീയതി ആയിരുന്നത് കൊണ്ടുമല്ല, 25-ാം തീയതി ആയതുകൊണ്ടുമല്ല. 7ന്റെ പ്രാധാന്യം വളരെ വലുതാണ്. 7 വൻകരകളുണ്ട്, അതിലൊരു കരയിലാണ് ഞാൻ താമസിക്കുന്നത്. 7 സമുദ്രങ്ങളുണ്ട്, സപ്തസ്വരങ്ങളുണ്ട്, ചിരഞ്ജീവികൾ 7ആണ്, ജലത്തിന്റെ pH മൂല്യം 7ആണ്. ബുദ്ധൻ ആദ്യമായിട്ട് നടന്നു പോയത് 7 അടികളാണ്. കബയ്ക്ക് വലം വയ്ക്കാൻ പോകുന്നവര് മെക്കയ്ക്ക് വലം വെക്കുന്നത് 7 വടികളാണ്. സൂര്യദേവന് 7 കുതിരകൾ കൂട്ടി 7 രഥങ്ങൾ കൂട്ടിയ കുതിരകളാണുള്ളത്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് 7ആണ്. മാത്രമല്ല ആൽഫബറ്റിൽ 26 അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 7 അക്ഷരം എടുത്ത് എഴുതുമ്പോഴാണ് ഫ്രണ്ട്സ് എന്ന വാക്ക് ഉണ്ടാകുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കൂട്ട്. അങ്ങനെ എത്രയെത്ര സത്യ ഈ മഴവില്ലിൽ 7 നിറങ്ങളുള്ളത് കൊണ്ടല്ലേ മഴവില്ലിന് ഇത്രയും നല്ല അഴക്. ഈ 7 സ്വരങ്ങളിൽ നിന്നല്ല ഇത്രയും നല്ല മനോഹരമായ ഗാനങ്ങൾ ഉണ്ടാകുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 7 ഒരു നിസാര നമ്പറേ അല്ല. 12 മാസങ്ങൾ നമുക്കുണ്ടെങ്കിൽ 31 ദിവസങ്ങളുള്ളത് 7 മാസങ്ങളാണ്. 7 ദിനങ്ങൾ കൂടുമ്പോഴാണ് ഒരാഴ്ച ഉണ്ടാകുന്നത്. അങ്ങനെ 4 ആഴ്ച കൂടുമ്പോഴാണ് ഒരു മാസം കടന്നു പോകുന്നത്. അങ്ങനെ പല പല കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 7 പവിത്രമായിട്ട് നിൽക്കുക. ഞാനത് എൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും സ്കൂളിൻ്റെ മടിത്തട്ടിൽ ഏത് സ്കൂളിൽ പഠിച്ചാലും നമ്മൾ വളരും. പഠിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടോ, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ടോ, അതിനനുസരിച്ച് അവർക്ക് കഴിവില്ലെങ്കിൽ പോലും പഠിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ സെറിബ്രം, സെറിബെലം, മെഡലോ, ബ്ലോങ്കറ്റോ, മൊട്ടോംലെറ്റോ എന്നൊക്കെ പറയുന്നത് പോലെ നമുക്കതുണ്ടോ, താല്പര്യമുണ്ടോ, നമ്മൾ വളരും. സ്വിമ്മിംഗ് പൂളിൽ ഒരിക്കലും താമര വിരിഞ്ഞിട്ടില്ല. താമര വിരിഞ്ഞിരിക്കുന്നത് ചെറു ചെളിയുമുള്ള കുളങ്ങളിലും തടാകങ്ങളിലും മാത്രമാണ്. ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്ക് പാലിൽ പരക്ലേശ വിവേകങ്ങളുള്ളൂ.
4 ദിനം കൊണ്ടൊരുത്തിനെ തണ്ടിൽ ഏറ്റി നടത്തുന്നതും ഭവാൻ, കണ്ടില്ലെന്നും ഇരിക്കും ജനങ്ങളെ കണ്ടുവന്ന് നടിക്കുന്നതും ഭവാൻ. നമുക്കിതെല്ലാം നമ്മുടെ മുമ്പിൽ കാണാൻ കഴിയുന്നതാണ്. എത്രയെത്ര ദുരന്തങ്ങൾ ഏറ്റുവാങ്ങി, എത്രയും നല്ല അപകടങ്ങൾ ഏറ്റുവാങ്ങി കഴിഞ്ഞ വർഷം. അതൊന്നുമില്ലാതിരുന്ന ഒരു പുതുവർഷത്തിലേക്കുള്ള ഒരു യാത്രയാവട്ടെ ഈ അധ്യയന വർഷം. ഇവിടെ നിന്നും പ്രതിഭകൾ ഉണ്ടാകണം, പഠിച്ചു മിടുക്കന്മാരായി. ഞാൻ ഈ പറയുന്നത് പോലെ നമ്മൾ എവിടെയും തലയുയർത്തി നിൽക്കാൻ പോകുന്നത് പോലെ, നമ്മൾ എവിടെ ചെന്നാലും അറിയപ്പെടുന്നവരെ പോലെ അങ്ങനെയാകുന്നവരുടെ ലോകത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. കൊള്ളാത്തതാണ് ഈ പ്രപഞ്ചം, പക്ഷെ എല്ലാം കൊള്ളുന്നതാണ് ഈ പ്രപഞ്ചം. വിനയം ദ്രുതഗതിയിലുള്ള വിജയത്തിന്റെ താക്കോലാണ്. എത്ര നേരം നിങ്ങൾ മുകളിലേക്ക് പോയാലും വിനയം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. പുറകോട്ട് മാത്രം നടക്കാൻ കഴിയുന്ന കാലുകൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് നടക്കുന്നതെന്ന് കൂടി നോക്കണം. 2 കണ്ണുണ്ടെങ്കിലും 2 കാഴ്ച നമുക്ക് കാണാൻ കഴിയില്ല, ഒറ്റ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നമ്മളായതും നമ്മളാക്കിയതും നമ്മളല്ല, നമ്മളിലെ നന്മകളാണ്. നിങ്ങൾക്ക് വേണ്ടി ഉറക്കം നിൽക്കുന്നതും പണിയെടുക്കുന്നതും പണമുണ്ടാക്കുന്നതും നിങ്ങളുടെ വേണ്ട വസ്ത്രങ്ങൾ, പുസ്തകങ്ങൾ, എന്ത് വേണ്ട ജാഗമര സംഗമ വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് വാങ്ങിത്തരുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ്. അതിനുവേണ്ടി അച്ഛൻ പണിയെടുക്കാൻ പോകുന്നു. അച്ഛൻ ഗൃഹനാഥൻ പാവം, അമ്മയും കാത്തിരിക്കുന്നു. അച്ഛന് പണമുണ്ടാവണം. അച്ഛന് പണമുണ്ടെങ്കിൽ മാത്രമേ, അമ്മയ്ക്കും ജോലിയുണ്ട്, പണമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടേക്ക് എത്താൻ പറ്റൂ. ഇപ്പൊ ഗാന്ധി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഗാന്ധി നമുക്ക് വേണ്ടി മരിച്ച ആളാണ്. നമ്മൾ ജീവിക്കുന്നത് ഗാന്ധിക്ക് വേണ്ടിയിട്ടാണ്. ഗാന്ധി ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ജീവിതം ശാന്തി. ഗാന്ധിയുമായിട്ട് അച്ഛൻ വരുമ്പോഴാണ് അമ്മയുടെ മുഖം സൂര്യകാന്തി. ഗാന്ധി ഇല്ലാതെ അച്ഛൻ വരുമ്പോഴാണ് അമ്മ ഭ്രാന്തി എന്ന് പറയുന്നത് പോലെ ഗാന്ധി നമ്മുടെ ജീവിതത്തിൽ വരണം. ഇവിടെ പഠിക്കുന്ന ടീച്ചർമാർക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭ്രാന്തിയാവും. എല്ലാവർക്കും ഇത് വേണം, പണം വേണം. പണമില്ലെങ്കിൽ പിണമാണ്. പക്ഷെ പണം നല്ല രീതിയിൽ വരണം, നല്ലതുപോലെ വരണം. പഠിക്കണത് വിദ്യ, ഞാൻ നേരത്തെ പറഞ്ഞത് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. പഠിക്കുന്നത് ജോലി കിട്ടാനാണ്, ഉയരങ്ങളിലേക്ക് പോകാനാണ്. നമ്മൾ 4 കാലിൽ നിന്നാൽ പിന്നെ നമുക്ക് ദോഷങ്ങളില്ല. ഒന്നും ചെയ്യാതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠിച്ച വിദ്യ ഷോക്കേസിലും അഭ്യാസം അടുക്കളയിലുമായി ഒതുങ്ങിപ്പോകരുത്. അറിയാനും അറിയപ്പെടാനും സാഹചര്യങ്ങൾ മാതാപിതാക്കൾ നിങ്ങൾക്കൊരുക്കുമ്പോൾ അവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഒരു ഉസൈൻ ബോൾട്ട് ആകാനോ, ഒരു സച്ചിൻ ടെണ്ടുൽക്കർ ആകാനോ, ഒരു യേശുദാസ് ആകാനോ, ഒരു മമ്മൂട്ടി ആകാനോ ഒപ്പമാകുന്നതോടൊപ്പം തന്നെ നല്ലൊരു മനുഷ്യനും കൂടി അറിയുന്ന രീതിയിൽ നമ്മുടെ മനസ്സാണ്. മനനം ചെയ്യുന്നവനാണ്, ശരിയും തെറ്റും തിരിച്ചറിയുന്നവനാണ് മനുഷ്യൻ, മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ. അങ്ങനെ ആകാനുള്ള ഒരു എല്ലാവരുടെയും എല്ലായ്മയും പോരായ്മയും ഒക്കെ അറിഞ്ഞും കേട്ടും മനസ്സിലാക്കാൻ, അറിവുള്ളവരെ ബഹുമാനിക്കാൻ, അവരെ ആദരിക്കാൻ. ഇപ്പൊ നിങ്ങൾ കാണിച്ച ഓരോ എന്താ പറയണത്, പൂച്ചെണ്ട് തരിക മാത്രമല്ല, നമ്മുടെ പാദം അവർ തൊടുമ്പോൾ നമ്മൾ തകർന്നു പോവുക, അറിയാതെ നമ്മുടെ കൈ പോകും എന്ന് പറയണത് അത് ഗുരുത്വത്തിന്റെ അടയാളമാണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചിട്ട് ഇതൊക്കെ മറന്നു പോകരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ജീവിതത്തിൽ നാം കിട്ടുന്ന പല വേഷങ്ങളും നമുക്ക് ഇഷ്ടമുണ്ടായിട്ട് കിട്ടുന്നതല്ല, ഇഷ്ടമായാലും ഇല്ലേ അല്ലെങ്കിലും കിട്ടുന്ന പല വേഷങ്ങളുടെയും ആകത്തുകയാണ് ജീവിതം എന്ന നാടകത്തിലെ നമ്മളെന്ന കഥാപാത്രം. എത്രയെത്ര ആളുകൾ, സാഹിത്യത്തിന്റെ ഇതിഹാസ നായകൻ പെരുന്തച്ചൻ വിട പറഞ്ഞത് ഈ അടുത്ത ദിവസം, ഭാവഗായകനായ മറ്റൊരു താരം വിട പറഞ്ഞത് ഈ അടുത്ത വർഷം. അങ്ങനെ എത്രയെത്ര വേണ്ടപ്പെട്ട ആളുകൾ നമ്മളെ വിട്ട് കടന്നു പോകുന്നു. എന്തായാലും ഈ യാത്ര തുടർന്ന് നമ്മൾ പോവുകയാണ്. ജനിക്കുമ്പോൾ ശ്വാസമുണ്ടാകും, പേരും പ്രശസ്തിയുമില്ല. മരിക്കുമ്പോൾ പേരും പ്രശസ്തിയും പണവും ഒക്കെ ഉണ്ടാവും, ശ്വാസം ഉണ്ടാകില്ല. അപ്പം അതുകൊണ്ട് ജീവിതത്തിന്റെ തുടക്കവും ഒടുക്കവും അതിനിടയിൽ നടുക്കവും ചേർന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം. ജീവിതം ഒരു രണമാണ്, മുന്നിൽ വരുന്നതുവരെ. അപ്പം അതുകൊണ്ട് ആ പോരാട്ടത്തിൽ കൂടി മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ മുദ്ര പതിപ്പിക്കാൻ ഇവിടെ പഠിച്ചുപോയ ഓരോ വിദ്യാർത്ഥികൾക്കും കഴിയട്ടെ. അവരെല്ലാവരും ഓരോരോ ഭാഗങ്ങളിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളാണ്. നിങ്ങൾ സരസ്വതി വിദ്യാനികേതത്തിലെ സ്റ്റുഡൻ്റ് അല്ലേ എന്നൊറ്റ നോട്ടത്തിൽ പറയിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അവർക്ക് കഴിയട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്നലകളിലെ ഞാൻ കണ്ട എൻ്റെ കേരളത്തിൻ്റെ അവസ്ഥകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നിങ്ങൾ കുറച്ച് നേരമായിട്ട് സൈലന്റ് ആയിട്ടിരിക്കുക. ദൈവം നിങ്ങൾക്ക് 2 കൈ തന്നിട്ടുണ്ട്. ആ 2 കൈകളും തമ്മിൽ കൂട്ടിയടിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ടാകും. അതിന് ടാക്സ് അടക്കണ്ട. ആ ടാക്സ് അടക്കാത്ത ശബ്ദങ്ങൾ അവർ പുരസ്കാരം വാങ്ങിക്കുമ്പോഴും അവര് പാടുമ്പോഴും ഒക്കെ നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, ആ പുരസ്കാരമാണ് ടാക്സ് അടക്കാത്ത. സെസ് ഒന്നുമില്ല, ടാക്സ് ഇല്ല, അതിന് വേറെ TDS ഒന്നുമില്ല. അതിങ്ങനെ കൈയടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉണർവാണ്. അടുത്തിരിക്കണവൻ ഉണരുകയും ചെയ്യും, അവൻ്റെ ഉറക്കം പോവുകയും ചെയ്യും. നമുക്ക് സ്വയമായിട്ടൊന്നും നേരത്തെ ഇങ്ങനെ പറഞ്ഞ ഒന്ന് ഉണരുകയും ചെയ്യാം. രക്തക്കുഴലുകൾ പാദങ്ങളെ തരിപ്പിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, പാടും പുഴകളും ഓടികൂട്ടും മലരടിക്കാടും മേളെ കളകള മുഴുവൻ കാട്ടുചോലയും മാമണിമേടും വെള്ളി എരഞ്ഞാണം പോലെ തുള്ളിത്തുള്ളിക്കും കടലിൻ കായലും നീലമലയും പീൽ നിവർത്തി നിന്നാടും കൊച്ചി കേരള മരതകത്തോപ്പും എൻ്റെ കേരളത്തിന് എന്തൊരു ഭംഗിയാണ് ഇല്ലേ? അതാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഇപ്പോഴും ഈ കവികൾ ഇവിടെ പറഞ്ഞതെന്താ? ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി
എന്നാണ്. ഇതുപോലെ മനോഹരമായ ഒരു സ്ഥലം വേറെയില്ല. എന്നല്ല, ഇവിടെ ഉണ്ട് താനും. ഈ സ്ഥലത്തില്ലാത്തത്ര സാധനങ്ങൾ വേറൊരു സ്ഥലത്തും ഇല്ല. നമ്മൾ കൂടി അവിടെ ചെല്ലുമ്പോൾ പൂർണ്ണമാകും. മലയാളികൾ പറയുന്നു ഇവിടെ ജോലിയില്ല, ഇവിടെ പണിയെടുക്കുന്ന ബംഗാളികൾ പറയുന്നു ജോലി മാറിയിട്ട് നാട്ടിൽ പോകാൻ പറ്റണില്ല. അപ്പോൾ ചില ബംഗാളികളുടെ പണി കാണുമ്പോൾ ചില മലയാളികൾ പറയും, അല്ല ബംഗാളിലും ജനിച്ചതാ മതിയായിരുന്നു, ഇവിടെ ഒന്ന് പണിയെടുത്ത് ജീവിക്കാമായിരുന്നു എന്ന് അവരും പറയും. അങ്ങനെ എന്തൊക്കെയോ കൺഫ്യൂഷൻ മൊത്തം. എന്താണെങ്കിലും ഏറ്റവും നല്ല കാലങ്ങളിലൂടെ കടന്നു വന്ന ജ്ഞാനം, വിജ്ഞാനം, പ്രജ്ഞാനം. എനിക്ക് അധ്യാപകനാകണമെന്നായിരുന്നു ആഗ്രഹം. നടക്കൂല എന്ന് എനിക്ക് തോന്നി. കുറെ പഠിക്കണം, പിന്നെ കുറച്ച് അങ്ങനെയൊക്കെ പോകണം, പിന്നെ ഏതെങ്കിലും സ്കൂളിൽ പോകും, അവിടെ നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലാവും, പിന്നെ ടയേർഡാവും, ആരും അങ്ങറിയപ്പെടയില്ല. പിന്നെ കിട്ടുന്ന ഒരു സുഖം എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മ 2 കുട്ടികളുടെ അമ്മയാണെങ്കിൽ എൻ്റെ ടീച്ചർമാർ എത്രയോ കുട്ടികളുടെ അമ്മയാണ്. ജ്ഞാനം, വിജ്ഞാനം, പ്രജ്ഞാനം എന്ന് പറയുന്നത് പോലെ പഠിച്ച വിദ്യ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറൊരാൾക്കും കിട്ടില്ല. മറ്റൊരു സുഖം എന്ന് പറഞ്ഞാൽ, അധ്യാപകന് കിട്ടുന്ന ബഹുമാനം ലോകത്ത് ഏത് ജോലി ചെയ്താലും റിട്ടയർഡ് ആയാൽ പിറ്റോസ് അളിയാന്ന് വിളിക്കും. പക്ഷെ അധ്യാപകനെ മാത്രം അങ്ങനെ വിളിക്കില്ല. അതെന്റെ ഗുരുനാഥനാണ്, അതെന്റെ മാഷാണ്, അതെന്റെ ടീച്ചറാണെന്ന് പറയുന്നത് ഈ അധ്യാപനം ഒരു ധ്യാനമായ ആ ജോലി കൊണ്ട് മാത്രം. അപ്പൊ ഞാനങ്ങനെ പഠിപ്പിച്ചതാണ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് മലയാളത്തിൽ വന്നു, ഡിഗ്രി BA എടുത്തു. അതിനുശേഷം ഞാൻ പഠിപ്പിച്ചപ്പോൾ എൻ്റെ ആഗ്രഹം ഞാൻ തീർത്തു. എങ്ങനെ തീർത്തു? ട്യൂട്ടോറിയൽ കോളേജിൽ നടത്തി കുട്ടികളെ പഠിപ്പിച്ചു 10 കൊല്ലം. അതോടുകൂടി എൻ്റെ ആഗ്രഹം ഞാൻ അവസാനിപ്പിച്ചു. പക്ഷെ അന്ന് കിട്ടിയ ഒരു സുഖം, അത് വലിയൊരു സുഖമാണ്. അപ്പൊ ആ സുഖം നിങ്ങളെ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, എൻ്റെ ഇന്നലകളിലൂടെ ഞാൻ കടന്നു വന്ന വഴികളിലൂടെ, വഴിത്താരകളിലേക്ക് എനിക്ക് തന്ന ഗുരുനാഥന്മാർ തന്ന അറിവ്, എൻ്റെ മാതാപിതാക്കള് അവരെല്ലാവരും നല്ല കൂട്ടുകാരും ഒക്കെ തന്ന അറിവ് കൊണ്ടാണ് യാത്ര ചെയ്തത്. അപ്പൊ ആ അറിവിലൂടെ കിട്ടിയ ആ തിരിച്ചറിവ് കൊണ്ട് ഒരു 4 വരി കവിത എൻ്റെ ഇന്നലകളിലെ കേരളത്തെക്കുറിച്ച് നിങ്ങൾക്ക് പാടി തന്നിട്ട് ഞാനും യാത്രയാകുകയാണ്. എല്ലാവർക്കും പുതുവത്സരത്തിന്റെ നല്ല ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവർഷം നിങ്ങൾ കണികണ്ടുണരുന്നത് പോലെ തന്നെ എന്നും നന്മയുള്ളതാവട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, ഗാനം ഇങ്ങനെയാണ്, വെറുതെ ഇരിക്കരുത്, കൈകെട്ടിയിരിക്കരുത്. കൂടുതൽ കൈയടിക്കുന്നവർക്ക് ഒരു ഉണർവുണ്ടാവും, ഉന്മേഷം ഉണ്ടാവും. പ്രത്യേക പുരസ്കാരവും ക്യാഷ് അവാർഡും വേറെയുണ്ട്. ഏറ്റവും അവസാനം പോകുന്നവർക്ക് വേറെ എന്തൊരു പുരസ്കാരം ഇവിടെ വേറെ കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഇവിടുന്ന് പോകുന്നവർക്ക് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ തുടങ്ങാം. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. പണ്ടിവിടെ വയലുണ്ടാർന്നേ, വയൽ മൊത്തം കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. പണ്ടിവിടെ വയലുണ്ടാർന്നേ, വയൽ മൊത്തം കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. പണ്ടിവിടെ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ. പണ്ടിവിടെ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. ഒരു വീട്ടിലടപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു നിറഞ്ഞു കരഞ്ഞാൽ ഓടി വരാനായി പലരുണ്ടാർന്നേ. ഒരു വീട്ടിലടപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു നിറഞ്ഞു കരഞ്ഞാൽ ഓടി വരാനായി പലരുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അടുത്ത വരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വരി. പണ്ടിവിടെ മതിലില്ലാർന്നേ. പണ്ടൊരു വീടിനും മതിലുകളില്ല, സ്കൂളിന് മതിലില്ല, പുറത്ത് സെക്യൂരിറ്റി ഇല്ല, പുറത്ത് നായയില്ല, താഴെയില്ല, ഒന്നുമില്ല. പണ്ടിവിടെ മതിലില്ലാർന്നേ, നടവഴി ഇടവഴി നൂറുണ്ടാർന്നേ. പണ്ടിവിടെ മതിലില്ലാർന്നേ, നടവഴി ഇടവഴി നൂറുണ്ടാർന്നേ. 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിന് വിലയുണ്ടാർന്നേ. 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിന് വിലയുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അങ്ങനെയുള്ള ദിനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പഠിക്കുന്ന എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. പരീക്ഷയ്ക്ക് A+ കിട്ടുന്ന പോലെ ജീവിതത്തിലും A+ നേടാൻ എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവരും മിടുക്കന്മാരാണ്, മിടുക്കികളാണ്. ഇതിന് പുറകിലിരിക്കുന്നവർ അതിനേക്കാൾ മിടുക്കന്മാരാണ്. അവരുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടി നിൽക്കുന്ന നിപ്പാണ്.
എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഈ ശാസ്ത്രീയ സ്കൂളിലേക്ക് എന്നെ കൊണ്ടുവന്ന ലക്ഷ്മി നാരായണൻ സാർ, അദ്ദേഹം എന്നെ ഒരിക്കലും ഇങ്ങനെ വിളിച്ചിട്ടാണ് പറഞ്ഞത് ഈ സ്കൂളിലേക്ക് വരണമെന്ന്, അല്ലേ? അദ്ദേഹം ഈ സ്കൂളിലേക്ക് എന്നെ പരിചയപ്പെടുത്തി. ആദ്യമായിട്ടാണ് സരസ്വതി വിദ്യാനി പബ്ലിക് സ്കൂളിലേക്ക് ഞാൻ കടന്നു വരുന്നത്. അതിൻ്റെ ശാഖയിലേക്ക് തന്നെ ആദ്യമായിട്ട് വരികയാണ്. എല്ലാവർക്കും എല്ലാവിധ നന്മകളും, വിളിച്ചതിനും കേട്ടതിനും. ഇന്നത്തെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ആർക്കെങ്കിലും പൈസ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മനസ്സ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്കതെല്ലാം നാളെ കിട്ടും. മറിച്ച് നിങ്ങൾ ആരോടെങ്കിലും വലിയ എമൗണ്ട് കടം പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ കാര്യം മറന്നുകൊട്ടെ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.